നല്ല ഒരു നാടൻ മീൻകറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ നല്ല ദശക്കട്ടിയുള്ള മീൻ 1/2 കിലോ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വലിയ 2 സ്പൂൺ മുളക് പൊടി വേണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉലുവ, ഇഞ്ചി ഒരു വലിയ പീസ് ഇഞ്ചി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് മൂപ്പിക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4-5 കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പാൻ ചൂടാക്കി ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടാണ് അത് മിക്സിയിൽ അരച്ചിട്ടാണ് എടുക്കുന്നത്. ചെറിയ സ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂൺ ഉലുവയോടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാം. അതൊന്ന് പൊട്ടിയിട്ട് ബാക്കി മസാല ഇടാം. നമ്മുടെ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ വാടിയിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർക്കാൻ. ഇഞ്ചി ഉള്ളിയും ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. ഗ്യാസ് ഞാനിപ്പോൾ ഓഫാക്കി. 2 വലിയ സ്പൂൺ മുളക് പൊടിയുണ്ട്. നമ്മൾ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം 2 വലിയ സ്പൂൺ മുളക് പൊടി വേണം. അതിൻ്റെ കൂടെ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കാം. പിന്നെ ഒരു വലിയ തണ്ട് കരിയാപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നമ്മൾ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ ഈ കരിയാപ്പില അരിഞ്ഞ് കഴിയുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. 2 കരിയാപ്പിലയും കൂടി നമുക്ക് മിക്സിക്കകത്ത് അരയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ ഇത് മുഴുവനും ഒന്നിച്ച് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തണുത്തിട്ട് ഞാൻ മിക്സിക്കകത്ത് അരച്ചെടുക്കാം. ഞാൻ ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല നമ്മൾ മൂപ്പിക്കുക. അതിന് ഞാൻ ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്കൊന്ന് മൂപ്പിക്കാം. അത് ചെറിയതായിട്ടൊന്ന് വാടിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല നമ്മളൊന്നും കൂടെ മൂപ്പിക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഞാൻ ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഒന്ന് ഇതിനകത്ത് ഇടാം. ഇത് നല്ലപോലെ മൂത്ത എണ്ണ തെളിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെ പുളിയിട്ട് മീനിടുന്നത്. ഇത് നല്ലപോലെ മൂത്തൊന്ന് എണ്ണ തെളിയിട്ട് നമ്മുടെ മസാല നല്ലതുപോലെ മൂത്ത എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുക. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ പുളിയുടെ പുളി നല്ലതുപോലെ ഇറങ്ങിക്കോളും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം മീൻ വേകാൻ വേണ്ടി. ഇനി ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ഇതിനകത്ത് ചേർക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് സ്ലോയിൽ നമ്മൾ ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാകും. ഇത് നല്ല സ്പൈസിയാണ്. കേരള സ്റ്റൈൽ മീൻ കറിയാണ്. നമുക്കിത് ലിഡ് വെച്ചൊന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ കറി റെഡിയാവും. നമ്മുടെ മീൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ്. നമ്മൾ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് കൂട്ടാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.